പിന്നെ നമ്മളെ ഈ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന ഓഫറുകൾ ഇപ്പം നമ്മൾ ഒരുപാട് ഇപ്പം നമ്മളെ മാധ്യമത്തിലും എല്ലാം ഇപ്പം പരസ്യം ഒക്കെ നമ്മൾ കാണാറുണ്ട്. ശരിക്കും അത് എന്താണ് ഇവർ ഈ ഓഫർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന പണത്തിന് കിട്ടുന്ന മൂല്യം കസ്റ്റമേഴ്സിന് തോന്നിപ്പിക്കുന്ന ഓഫറുകളാണ് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ എൻ്റെ മേഖല ടൂറിസം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ദുബായിലേക്ക് പോകുന്ന ഒരു പേഴ്സൺ അവർക്ക് കൊടുക്കുന്ന പ്രൈസ് ആയിരിക്കില്ല വേറൊരാൾ സിംഗപ്പൂരിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മലേഷ്യയിൽ പോകുമ്പോൾ. എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഇന്നൊരാൾ ദുബായിൽ പോയി, അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ടോ നെക്സ്റ്റ് ഒരു ട്രിപ്പ് ദുബായിക്ക് പോകുമ്പോൾ എനിക്ക് പഴയ കഴിഞ്ഞ ആഴ്ച കൊടുത്ത റേറ്റിൽ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ അതിലും ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ പറ്റിയെന്നും വരും. അപ്പോൾ അതൊക്കെ ഈ നമ്മളെ മാർക്കറ്റിനനുസരിച്ചിരിക്കും. അപ്പം നമ്മൾ കൊടുക്കുന്ന ഓഫേഴ്സ് അവർക്ക് നല്ല മൂല്യമുണ്ടെങ്കിലേ അതിലർത്ഥമുള്ളൂ. ഓഫർ കാലമാണിപ്പോൾ. അപ്പം ഓഫറും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പുതിയ തുടങ്ങുന്ന ആളുകൾക്കും പിന്നെ നമ്മളെപ്പോലെയുള്ള ബിസിനസ്സിലുള്ള ആളുകൾക്കൊക്കെ എൻ്റെ ഒരു അഭിപ്രായം അതാണ്.